യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിയൻ നിയമങ്ങൾ ഒന്നായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുകയും നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കുകയും ചെയ്ത അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണോ വേണ്ടെന്നാണോ? കാസ്റ്റ് സെൻസസ്, ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും എന്യൂമറേഷനാണ് സെൻസസിനോടൊപ്പം നടക്കേണ്ടത്, മറ്റുള്ള ജാതികൾ എന്യൂമറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ ജാതി സെൻസസ് വേണം എന്ന് പറയുന്ന പക്ഷത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, അംബേദ്കറിനെ എങ്ങനെ വായിക്കാം എന്നത് അംബേദ്കറൈറ്റുകൾ ചിന്തിക്കണം എന്നാണ്. നിങ്ങൾ അംബേദ്കറിനെ ഇന്നത്തെ കാലത്ത് എങ്ങനെ കാണുന്നു, അംബേദ്കറിന്റെ ആശയങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനെ നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ശ്രീജിത്ത് പണിക്കരെ, ഞങ്ങൾ അംബേദ്കറിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും ഈ നാട്ടിൽ ഒരു താമര മൊട്ട് പോലും വിരിയാത്തത്. അതുപോലെ തന്നെ അംബേദ്കർ പറഞ്ഞ ഏക സിവിൽ കോഡിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ BJP പോലെ ഒരു തീവ്രവാദ സംഘടനയുടെ കീഴിലായിരിക്കില്ല അത്. മനസ്സിലാക്കണം, മുസ്ലിമിനെയും ക്രിസ്ത്യനെയും കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്ന താഴ്ന്ന ജാതിക്കാരെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ കീഴിൽ ഒരു സിവിൽ കോഡ് ഇവിടെ നടപ്പിലാകില്ല. BJPയുടെ ഭരണഘടനയായ മനുസ്മൃതി കത്തിച്ചു കളയാൻ, അതിലെ ആശയങ്ങളെല്ലാം നശിപ്പിച്ചു കളയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അതിന്റെ നടപ്പിലാക്കാൻ കഴിയില്ല. അത് മനുഷ്യകുലത്തിന് തന്നെ നാശമാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയോ? മതേതരത്തെ പിന്തുടരുന്ന, ഇവിടുത്തെ ജനാധിപത്യ ആശയങ്ങളെ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇത് സമ്മതിക്കും. GDPക്ക് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരു തീവ്രവാദ സംഘടന ഇവിടുത്തെ മിഡിൽ ക്ലാസ് മുതൽ താഴേട്ട് കിടക്കുന്ന ഓരോ ജനങ്ങളും എങ്ങനെ വിശ്വസിക്കും? നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുമ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ എടുത്ത് അഴുക്ക് ജാലിലേക്ക് എറിയപ്പെടും. UPയിൽ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇടിച്ചു നിരത്തുന്നതിന്റെ ഭാഗമായി 65 ലക്ഷം കുട്ടികളാണ് പഠിത്തം നിർത്തി ഭാവി തൊലച്ച് തെരുവിലിറങ്ങി നിൽക്കുന്നത്. ഇതാണോ പണിക്കരെ നിങ്ങൾ കണ്ട ഇന്ത്യ? ഇതാണോ അംബേദ്കർ മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ ഭാവി? ഹിന്ദുത്വ രാഷ്ട്രം വരണമെന്ന് അലമുറയിട്ട് കരയുന്ന ഒരു തീവ്രവാദ സംഘടനയ്ക്ക് കീഴിലാണോ ഏക സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ വർഗീയ തീവ്രവാദികൾ തന്നെയാണ് നമ്മുടെ ജനങ്ങളെ ഇവിടെ അടിമകളാക്കി വെച്ചത്. അവരുടെ ദുർഭരണമാണ് നമ്മളെ ചവറ്റുകൊട്ടയിലാക്കിയത്. മാറുമറിക്കാനുള്ള അവകാശം പോലും നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയതാണ്.